അനുഷ്ഠാന കലകളാൽ സമ്പന്നമാണ് വള്ളുവനാട്. നിളനദിക്കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദക്ഷിണ മലബാറിലെ നിരവധിയായ ഗ്രാമക്കാഴ്ചകൾ കാണാൻ കഴിയും. അത്തരം ഗ്രാമക്കാഴ്ചകൾ തേടിയുള്ള ഒരു യാത്രയാണ് നാട്ടരങ്ങ്. വള്ളുവനാടിൻ്റെ പ്രാദേശിക കലകളിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് പൂതൻതിറ. വള്ളുവനാടൻ കലകളിലെ പ്രഥമ സ്ഥാനം വഹിക്കുന്ന പൂതൻതിറയിൽ അസാമാന്യ മെയ്വഴക്കത്തോടു കൂടിയുള്ള കലാകാരന്മാരുടെ നൃത്തച്ചുവടുകൾ ഏവരുടെയും മനം കുളിർക്കുന്ന കാഴ്ചയാണ്. മുഖത്തെഴുത്തും മേനിയെഴുത്തുമായി കാൽച്ചിലം പണിഞ്ഞ് അരമണി കിലുക്കി പെരുമ്പറയുടെ താളത്തിനൊത്ത് ചുവട് വയ്ക്കുന്ന കലാകാരന്മാരുടെ നൃത്തച്ചുവടുകൾ ആസ്വാദക മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി ചെറുതല്ല. കാണാം നമുക്ക് ആ ഗ്രാമ കാഴ്ചകൾ നാട്ടരങ്ങിലൂടെ. സ്വാഗതം നാട്ടരങ്ങിലേക്ക്. വള്ളുവനാടിൻ്റെ തനത് കലാരൂപങ്ങളിൽ മാറ്റി നിർത്താനാവാത്ത ഒന്നാണ് പൂതൻതിറ. കേരളത്തിലെ ആദ്യ കാളി ഉപാസകരായ പെരുമണ്ണാൻ സമുദായം പാരമ്പര്യമായി നെഞ്ചേറ്റുന്ന കലാരൂപമാണ് പൂതനും തിറയും. എത്രയോ കാവുകളിൽ പൂതനും തിറയും ഉത്സവ കാഴ്ചകളാകുന്നുണ്ടെങ്കിലും ഈ കലാരൂപത്തിൻ്റെ ചരിത്രമോ ഐതിഹ്യമോ അറിയുന്നവർ വളരെ വിരളമാണ്. വരമൊഴിയായി ഒരു രേഖയും ഈ കലാരൂപത്തെപ്പറ്റി ഇന്ന് നിലവിലില്ല. വാമൊഴിയായി പകർന്നു ലഭിച്ച അറിവുകൾ മാത്രമാണ് ലഭ്യമായ ഏക ചരിത്രവും. പൂതനും തിറയും നിളയോര മണ്ണിൽ പൂത്തുനിറയുന്ന ഗ്രാമോത്സവ നാളുകളിൽ നാട്ടുവഴികളിലും ഉത്സവപ്പറമ്പുകളിലും കാഴ്ചയെ ചന്തമൊരുക്കുന്ന ഒരു കലാരൂപമാണ്. വള്ളുവനാടിൻ്റെ തനത് പാരമ്പര്യ അനുഷ്ഠാന കലാരൂപമാണ് പൂതനും തിറയും. പൂതനും തിറയും എന്ന് പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളോളം തന്നെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പലതരത്തിലുള്ള കഥകളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്നുള്ളത് പറയാൻ അറിയില്ല. ഗുരുകാരണവന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ചവിട്ടും കളികളാണ് ഞങ്ങൾ അഭ്യസിച്ച് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ആഘോഷ കമ്മിറ്റികളൊക്കെ ഇത് ഏറ്റെടുത്തപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിൽ പല മാറ്റം വരുത്താനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ കാളിക കലാക്ഷേത്ര എന്ന പേരിലൊരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചു. ഞങ്ങളെപ്പോലെ തന്നെ ഒട്ടനവധി സംഘങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. വള്ളുവനാടിൻ്റെ പ്രാന്തപ്രദേശ ഭാഗങ്ങളിൽ മാത്രമാണ് പൂതനും തിറയും ഉണ്ടായിരുന്നത്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ഈ 3 ജില്ലകളിലാണ് പൂതനും തിറയും ഉള്ളത്. ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്ത് വരെ പ്രോഗ്രാമുകളായിട്ട് ചെയ്ത് ഈ കലയെ മുന്നോട്ട് വരാൻ ഞങ്ങളെപ്പോലെയുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വരും തലമുറയ്ക്ക് ഈ ഒരു കലാരൂപത്തെ എത്തിക്കുവാനും ഇത് നിലനിന്നു പോകാനും വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രയത്നത്തിലാണ് ഞാനടക്കമുള്ള ഒരു പറ്റം യുവാക്കൾ. വാണിയംകുളം, വളാഞ്ചേരി അങ്ങനെ ഒട്ടനവധി സ്ഥലത്ത് സംഘങ്ങളുണ്ട്. അവരെല്ലാം ഇതേപോലെ തന്നെ പല പല സ്ഥലങ്ങളിലായിട്ട് കുട്ടികളെ പഠിപ്പിച്ചും കുട്ടികളെ മുന്നോട്ട് പോകണമെന്നും ചെറിയ ചെറിയ കുട്ടികളെ കെട്ടിച്ചും ഈ കലയ്ക്ക് വേണ്ട പിന്തുണകൾ നൽകുന്നുണ്ട്. വേതാളപ്പുറമേറി ദാരിക നിഗ്രഹം പൂർത്തിയാക്കി ആനയും അമ്പാരിയും വാദ്യമേളങ്ങളുമായി കാളി എഴുന്നള്ളി ദേശവാസികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ സ്മരണയിലാണ് തിറയെന്ന കലാരൂപം കെട്ടിയാടുന്നത്.
മഞ്ഞൾപ്പൊടിയും കൺമഷിയുമാണ് തിറ കെട്ടിയാടുന്ന കലാകാരന്മാർ മുഖത്തെഴുത്തിനായി ഉപയോഗിക്കുന്നത്. പെരുമ്പറയുടെ താളത്തിൽ അരമണികൾ കിലുക്കി കാൽച്ചിലം പണിഞ്ഞ വേതാളപ്പുറമേറിയ ഭഗവതി രൂപം പ്ലാവിൻതടിയിൽ കൊത്തിയെടുത്ത അലങ്കാരങ്ങളോടെ ശിരസിലേറ്റി ഓരോ ഗ്രാമഗൃഹങ്ങളിലും എത്തുന്ന ഭഗവതിയുടെ പ്രതിപുരുഷനായ ദേശച്ചോപ്പനെ ദേശവാസികൾ നിലവിളക്കുകൊളുത്തി നിറപറ വെച്ച് സ്വീകരിച്ചു പോരുന്നു. ഞാൻ വാസുദേവൻ, ഒരു ഫോക്ലോർ ആർട്ടിസ്റ്റാണ്. പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന 2 കലകളാണ്. ഒന്ന് തിറ കോതംകളി, പിന്നൊന്ന് ആട്ട് മുടിയാട്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ. അച്ഛൻ മുത്തച്ഛൻ അവരിൽ നിന്ന് കൈമാറി കിട്ടിയ ഈ കല കേരളത്തിനകത്തും പുറത്തുമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ കല എന്ന് പറയുമ്പോൾ ഇതിന് വെറും കല എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. മനുഷ്യരും ദൈവങ്ങളും തമ്മിൽ സംവദിച്ചിരുന്ന ഒരു കാലത്തോളം പഴക്കമുള്ളൊരു കലയാണിത്. തിറയും പൂതനും കൂടി ഓരോ വീടുകളിലും പോയി കയറിയിറങ്ങി കുട്ടിക്കടിച്ച് ദ്വാരികനെ പോലുള്ള മറ്റ് മാറാവ്യാധികളോ ഈ വീട്ടിലോ ഈ ദേശത്തോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് അക്ഷതം വാരിയെറിഞ്ഞ് ഗൃഹസ്ഥരെ ആശ്വസിപ്പിച്ച് അവർ നൽകുന്ന ആ ദക്ഷിണയുമായിക്കൊണ്ടാണ് നമ്മൾ ഓരോ വീട്ടിലേക്കും പോയി തിരിച്ചു വരുന്നത്. അശ്വമേധാളിപ്പുറമേറി ദാരികനെ വധിച്ച ഭഗവതിക്കൊപ്പം കൊട്ടിയാടി കളിച്ച ഭൂതഗണ സങ്കല്പത്തിലാണ് പൂതൻ എന്ന കലാരൂപം ഉടലെടുത്തതെന്നും പറഞ്ഞു വരുന്നു. 96 കെട്ടും 18 കോൽപ്പാടുമായി തുടിയുടെ പതിഞ്ഞ താളത്തിൽ കൈകളിൽ ചുരികയും പരിചയുമായി വെട്ടിത്തിളങ്ങുന്ന ഉടയാടകളണിഞ്ഞ പൂതൻ തിറയെ അനുഗമിക്കും. അരത്താലി, മാറുതാലി, തോൾവള, മുള്ളുവള തുടങ്ങി ആടയാഭരണങ്ങൾ ഒരുപാട് അണിഞ്ഞാണ് പൂതൻ കെട്ടിയാടുന്നത്. തിറയ്ക്ക് മുഖത്തെഴുത്തുണ്ട്. പൂതത്തിന് പിന്നെ മുഖം മൂടി കളിക്കുന്ന മുഖത്തെഴുത്തും കാര്യങ്ങളുമില്ല. അരിപ്പൊടിയും മഞ്ഞളും കൂടിയിട്ടുള്ള മിശ്രിതം കൊണ്ടാണ് കൺമഷി തിറയ്ക്ക് മുഖത്തെഴുത്ത് ചെയ്യാറുള്ളത്. അരളിപ്പൂ കൊണ്ട് മാല കെട്ടി കഴുത്തിലണിഞ്ഞിട്ടാണ് തിറയെ മൊത്തത്തിൽ രൂപം ചെയ്തിട്ടുള്ളത്. അശ്വമേധാളിയുടെ സങ്കല്പമാണ് തിറയിൽ കുത്തിവെച്ചിരിക്കുന്നത്. അശ്വമേധാളി പുറമേറി ദാരിക നിഗ്രഹം ചെയ്തു എന്നുള്ള ആ ഒരു കഥയാണ് തിറയിൽ കൊത്തിവെച്ചിട്ടുള്ളത്. മുകളിലായിട്ട് ലക്ഷ്മി രൂപം, താഴെ അശ്വമേധാളിയുടെ പുറമേറി വധിച്ച ദാരിക നിഗ്രഹം ചെയ്ത ആ രൂപമാണ് തിറയിലുള്ളത്. അതിൻ്റെ കൂടെ കൊട്ടിയാടി കളിച്ചു എന്നുള്ള ഭൂതത്തിനെ സങ്കല്പം. ദാരിക നിഗ്രഹം ചെയ്ത് കൊട്ടിയാടി കളിക്കുമ്പോൾ ഭൂതഗണങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സങ്കല്പമാണ് ഈ പൂതനും തിറയായിട്ട് പറഞ്ഞു വരുന്നത്. തുടിതാളം ഒപ്പിച്ച് ചുവടുവെക്കുന്ന പൂതനെക്കുറിച്ച് കവിതയുണ്ട്, കഥയുണ്ട്, ഐതിഹ്യവും ചരിത്രവും വിഭിന്നമായ ചൊല്ലുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മലയാള സാഹിത്യത്തിലെ ചിരിയുടെ തമ്പുരാൻ വടക്കേക്കൂട്ടാല നാരായണൻ നായർ എന്ന വള്ളുവനാടിന്റെ VKN പൂതനെപ്പറ്റി തന്റെ കഥയിൽ രചിച്ചത് ഇങ്ങനെയാണ്. പണ്ട് നിളയോരത്തെ കാടുകളിൽ ഒരു പൂതൻ താമസിച്ചിരുന്നു. നിളയിൽ നീരാടി നീന്തി തുടിച്ചും മുങ്ങിത്താണും രസിക്കവേ പൂതത്തിനൊരു ചെപ്പ് കിട്ടി. ചെപ്പിനകം മുഴുവൻ സ്വർണമാണെന്ന് സങ്കല്പിച്ച പൂതന്റെ മനസ്സിലും ആസ്വദിച്ചു. തന്റെ അരത്താലിയും മണിത്താലിയും സ്വർണത്തിൻ്റെതാക്കണം. നീണ്ടുപോയ കിനാവുകൾക്കിടയിൽ ചെപ്പ് തുറക്കാൻ മറന്ന പൂതത്താൻ നിറം പൂശിയ ആശകളുമായി തട്ടാനെ കാണാനെത്തി. തട്ടാനു മുന്നിൽ ചെപ്പ് വെച്ച് വണങ്ങി നിന്ന പൂതത്താനോട് തട്ടാൻ ചോദിച്ചു, ഇത് എവിടുന്നാ കിട്ടിയേ? ഭവ്യതയോടെ പൂതൻ മുഴഞ്ഞു, പുഴയെന്നാ? തുറന്നു നോക്കിയോ? ഇല്ലാന്ന് പൂതൻ മറുപടി നൽകി. എന്താണ് ആവശ്യമെന്ന തട്ടാന്റെ ചോദ്യത്തിന് തന്റെ ആശകൾ പൂതൻ മറുമൊഴിയായി നൽകി. ഒരാഴ്ച കഴിഞ്ഞു വരാൻ തട്ടാൻ പറഞ്ഞത് കേട്ട സന്തോഷത്തോടെ പൂതൻ നടന്നകന്നു. പൂതൻ വിടചൊല്ലി നടന്നകന്നതോടെ ചെപ്പ് തുറക്കാൻ തട്ടാൻ നന്നെ പണിപ്പെട്ടു. നാളുകളായി തുറക്കാത്ത ചെപ്പിനകം സ്വർണം കണ്ട തട്ടാന്റെ നെഞ്ചിൽ കാപട്യമുയർന്നു. പൂതത്തിനെന്തിന് പൊൻപണ്ടം? ചെപ്പിനകത്തെ സ്വർണം മാറ്റി മുഴുവൻ കരിക്കട്ട നിറച്ച തട്ടാൻ ഒരാഴ്ച കഴിഞ്ഞു വന്ന പൂതത്തിനോട് ദേഷ്യപ്പെട്ടു. ചെപ്പ് നിറയെ കരിക്കട്ട വെച്ച് പറ്റിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ് തട്ടാൻ പൂതത്തെ നോക്കി ദേഷ്യപ്പെട്ടു.
ചെപ്പിനകത്ത് കല്ലും കരിക്കട്ടയും കണ്ട പൂതൻ തനിക്ക് അബദ്ധം പറ്റിയതോർത്ത് നാവ് കടിച്ച് തട്ടാനോടൊന്നും പറയാതെ നടന്നകന്നു. പിന്നീടാണ് ഭൂതം തന്നെ തട്ടാൻ പറ്റിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞത്. തന്നെ പറ്റിച്ച തട്ടാനെ നാവുകടിച്ച് തിരഞ്ഞു നടക്കുന്ന ഭൂതരൂപം രൂപം കൊണ്ടതും അങ്ങനെയാണെന്ന് കഥാകൃത്ത് പറഞ്ഞു തരുന്നു. പൂതൻതരയും കളിയും രണ്ട് ശൈലികളാണ്, കിഴക്കും പടിഞ്ഞാറും. ഈ ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം ഈ ഭാഗങ്ങളിലേക്ക് ഒരു താഴ്ന്ന ശൈലിയും അടക്കമുള്ള ശൈലിയും, പടിഞ്ഞാറൻ ശൈലി കുറച്ച് ചടുല നൃത്തത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് കളികൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാരണവന്മാരായിട്ട്. അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മുന്നിൽ തിറമഹോത്സവം എന്ന പേരിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയിട്ട് 400ഓളം കലാകാരന്മാരെ അണിനിരത്തി വലിയൊരു പ്രോഗ്രാം ഞങ്ങൾ അണിയിച്ചൊരുക്കി. അതിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ റെക്കോർഡ് എന്നീ റെക്കോർഡുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതിന് അകമഴിഞ്ഞ് സഹകരിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട്. അതിലെ പരിപാടിയിൽ പങ്കെടുത്ത് ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ഒട്ടനവധി കലാകാരന്മാർ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബാഷ്പാഞ്ജലി കൂടി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. തിറമഹോത്സവം പരിപാടിയുടെ ഭാഗമായി അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വേദികൾക്ക് ഞങ്ങൾ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഈ അടുത്ത് പനയൂർ സംഘത്തിൻ്റെ കൂടെ ഗുജറാത്തിലുള്ള പട്ടേൽ പ്രതിമയുടെ മുന്നിൽ ഏകതാ ദിവസം ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ മുന്നിൽ വെച്ച് പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് ലഭിച്ചു. തുടിയുടെ താളത്തിൽ കണ്ടോ കണ്ടോ തട്ടാനെ കണ്ടോ എന്ന അന്വേഷണവുമാണെന്നും ഈ ചോദ്യവുമായാണ് പൂതൻ ദേശം ചുറ്റുന്നതെന്നും വാമൊഴിയായി പറഞ്ഞു വരുന്നു. പൂതൻ തിറ കളി രണ്ടു ശൈലികളിലായാണ് വള്ളുവനാട്ടിൽ കെട്ടിയാടുന്നത്. കിഴക്കേ വള്ളുവനാട്ടിൽ പതിഞ്ഞ താളവും പടിഞ്ഞാറൻ വള്ളുവനാട്ടിൽ രുദ്രതാളവുമാണ് ആടിവരുന്നത്. ഇരു ശൈലികളും സംയോജിപ്പിച്ചുകൊണ്ട് തിറമഹോത്സവം എന്ന ദൃശ്യവിരുന്നിലൂടെ ഗിന്നസ് റെക്കോർഡും വള്ളുവനാട്ടിലെ കലാകാരന്മാർ സ്വന്തമാക്കിയതോടെ സ്വദേശത്തും വിദേശത്തും വള്ളുവനാടിന്റെ കലാപെരുമ എത്തിക്കാൻ കഴിഞ്ഞ സന്തോഷവും ഈ കലാകാരന്മാർക്കുണ്ട്. വരും തലമുറയ്ക്കും ഈ കലാരൂപത്തെ പകർന്നു നൽകുവാനായി പൂതൻതിറ കളി സംഘങ്ങളുടെ കലാക്ഷേത്രങ്ങളും ഇന്ന് സജ്ജമാണ്. വള്ളുവനാടിന്റെ പാരമ്പര്യ കലയെ നെഞ്ചോട് ചേർത്ത് ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന നിരവധി കലാകാരന്മാർ ഇനിയും ഉദയം ചെയ്യട്ടെ. വള്ളുവനാടിന്റെ പേരും പെരുമയും ഇനിയും കടൽ കടന്ന് യാത്ര തുടരുകയും ചെയ്യട്ടെ.
ഗ്രാമകാഴ്ചകളും ഗ്രാമകലകളും തേടിയുള്ള നാട്ടരങ്ങിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ സമാപിക്കുകയാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കലാരൂപവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.